പിന്നെ അവർ പോലീസൊക്കെ കൂട്ടുമ്പോൾ അവർക്ക് കരണ്ടിൽ കളിക്കാറുണ്ട്. നല്ലോണം കളിച്ചു രാജ്യത്തേക്ക് നല്ല മാർഗോടുകൂടി പിന്നെ അവിടെ എടുക്കാൻ കളിച്ചു കളിക്കാനാണ് കുറച്ച് വർത്തമാനം പറയാനുണ്ട്. നിങ്ങളെപ്പോഴാണെങ്കിലും ടിക്കറ്റ് എടുക്കുമ്പോൾ ബാഗേജ് കൊടുത്തിട്ടുണ്ടോ നോക്കി എടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ പണിയിട്ടല്ലേ കിട്ടും. ഞങ്ങൾ ടിക്കറ്റ് എടുത്തു, പക്ഷേ ലഗേജിൽ ബാഗിൻ്റെ സംഭവം വച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ക്യാബിൻ ലഗേജിൽ ഒരു, അതായത് ഫ്ലൈറ്റിൻ്റെ അകത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു 10 കിലോയും മറ്റേതൊരു 30 കിലോ വരെ എടുക്കാം. പക്ഷേ ഞങ്ങൾ അതിൻ്റെത് ഓൾറെഡി ടിക്കറ്റ് എടുത്ത സമയത്ത് ചെയ്തിട്ടില്ലായിരുന്നത് കൊണ്ട് ഇവിടെ വന്ന് കിടന്ന് മൊത്തത്തിൽ അവിയല് വരുവായി. അത് ഞങ്ങൾ പാക്ക് ചെയ്ത് ഭയങ്കര ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷേ മൊത്തം കയ്യിൽ നിന്ന് പോയി. എന്തൊക്കെയോ 20 കിലോയുടെ സാധനം ബാങ്കിൻ്റെ തൊണ്ടെന്നല്ലാണ്ട് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു പിടിയില്ല. ഏതായാലും കുറേ ആൾക്കാർ കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ അകത്ത് പോയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒരു പിടിയില്ല. എന്തൊക്കെയോ 10 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. ഞങ്ങൾ വന്നപ്പോഴേക്കും അന്ന് കുറച്ച് ലേറ്റായി, പക്ഷേ ആവറേജ് ടൈമായിരുന്നു. അപ്പം ഇവർ ഉണ്ടായിരുന്ന ക്യൂ കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് അബുദാബിയുടെ എയർ ആയിരുന്നു. അപ്പം അബുദാബിയുടെ എയർ വിളിച്ചു തുടങ്ങി ചെക്കിങ്ങിന് വേണ്ടി. അബുദാബിയുടെ ചെക്കിങ്ങിന് വിളിച്ചു തുടങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ ക്യൂവിൽ വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നപ്പോഴാണ് ഞങ്ങളുടെ ബാഗ് ചെക്ക് ചെയ്തത്. അപ്പോഴാണ് ഈ സംഭവം അവർ സ്കാൻ ചെയ്തപ്പോഴാണ് ഞങ്ങൾ ലഗേജ് സാധാരണ സൈറ്റിൽ കയറി വീണ്ടും ആഡ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു അബദ്ധം പറ്റി. എനിവേ പണി കിട്ടി. സാരമില്ല. ഈ ഒരു ചളഞ്ഞ ഫേസ് ഇപ്പോഴല്ലേ കാണാൻ പറ്റൂ. കുറേ ദിവസം കുറച്ച് ഹാപ്പി ആയിരുന്നു. അപ്പം പിന്നെ ഇങ്ങനെ എന്തെങ്കിലും ഡിപ്രഷനാണോ മൂഡ് സ്വിങ്സ് ആണോ എന്താണോ കിടന്ന വലിയ കുഴപ്പമില്ല. ആദ്യത്തെ പ്ലേറ്റ് മൊത്തം ഉറക്കമായിരുന്നു. എണീക്കുമ്പോൾ ഓർമ്മ വരും. അപ്പം ഭയങ്കര വിഷമം. വീണ്ടും കണ്ണടച്ചിടന്ന് ഉറങ്ങും. ഇപ്പം പരസ്പരം നോക്കാൻ പറ്റില്ല. അതാണ് പ്രശ്നം. വേറെ കുഴപ്പമില്ല. എൻ്റെ അച്ചാറെടുക്കാൻ പറഞ്ഞില്ല, സോറി. എൻ്റെ കുറേ സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് അവളുടെ സാധനം എടുക്കാൻ അവൾ മറന്നില്ല. ഞാൻ മാറ്റി വെക്കരുതെന്ന് പറഞ്ഞ സാധനം അവളെ മാറ്റി വെച്ചു. അത് സംഭവം എന്ന് വെച്ചാൽ ആ സമയത്ത് ഒരു ടെൻഷൻ. അവർ പറഞ്ഞ 10 മിനിറ്റ് ക്ലോസ് ചെയ്യുമെന്ന് പറയും. അപ്പം അതിൻ്റെ ഒരു വിഷമം എനിക്കുള്ളത് കൊണ്ട് നമ്മൾ ക്യാമറയിലാണ് ഇപ്പം മുഖം നോക്കുന്നത്. ഇങ്ങനെ നോക്കാറില്ല. നോക്കിയിട്ടും കാര്യമൊന്നുമില്ല. ഡിപ്രഷനിലാണ് ഉണ്ട്. എനിക്ക് വേണം, അത് വേണം. ആ സമയത്ത് ഞാൻ മാറ്റരുത് എന്ന് പറഞ്ഞ സാധനം മാറ്റരുത് എന്ന് പറഞ്ഞ സാധനം വീണ്ടും മാറ്റി.
അതാണ് ഇവൾ ചെയ്ത തെറ്റ്. ഇവളുടെ അടുത്ത് ഞാൻ ക്ഷമിക്കണം. എന്നിട്ട് ഇവളുടെ സാധനം, വെയിറ്റ് കൂടിയ സാധനം ഇവളുടെ മാറ്റി വയ്ക്കാൻ മറന്നില്ല. അവസാനം ഫ്ലൈറ്റിൽ കയറുന്നവരെ പെട്ടി ആദ്യം നമ്മൾ പെട്ടിന്ന് ആദ്യമാണോ ഒന്ന്? സാധാരണ ഇപ്പോഴും ലേറ്റ് ആയിട്ടാണോ? നമ്മൾ നേരത്തെ കയറുന്നുണ്ട്. അതല്ല ഞാൻ പറയാൻ വന്ന സാധനം ഞാൻ പറയട്ടെ. നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് നമ്മളൊരു ചേച്ചിയെ പരിചയപ്പെട്ടു. ആ ചേച്ചി ജോലി ഒക്കെ റിസൈൻ ചെയ്ത് ഇവിടെ കറങ്ങാൻ വന്നതാണ്. നോട്ട് ദാറ്റ് പോയിന്റ് കറങ്ങാൻ വന്നത്. ഇന്ന് നമ്മളൊരു പയ്യനെ പരിചയപ്പെട്ടു ഫ്രം ഹൈദരാബാദ്. പുള്ളിക്കാരനും ജോലിയുടെ ഇടവേളകളിൽ കറങ്ങാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ വന്നിട്ട് വേറൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇവിടെ കണക്റ്റിംഗ് ഫ്ലൈറ്റ് എടുത്തതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞത് ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോകാം. ഇന്നിവിടെ ചെക്കിങ് ചെയ്തപ്പം പറഞ്ഞു പോലും പുള്ളിക്കാരൻ അങ്ങനെ പുറത്തിറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് ഉസ്ബെക്കിസ്ഥാനിൽ ഒരു 5 ദിവസമൊക്കെ ട്രാവലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ വിസ എടുക്കണ്ട ചുമ്മാ ഇങ്ങനെ വന്നു. ിരുന്നപ്പോൾ 3 രൂപ മാക് കോഫിയുടെ കവർ. ഇവിടെ വന്നപ്പോൾ അത് 7 സോമായി. നാട്ടിലെ 50 രൂപ സാധനം എൻ്റെ അമ്മ പോലും എനിക്ക് വാങ്ങിച്ചു. അതാരും വാങ്ങിച്ചത് ഇനി 9 വരെ എങ്ങനെ തള്ളി നീക്കുന്നതാണ് ആലോചിക്കുന്നത്. 9 രൂപ ഇവിടെ ഇരുന്ന് 10 കോഫി കുടിക്കുമ്പോൾ എത്ര രൂപയായി? 500 ഇല്ലേ? 50 അല്ല 500. എല്ലാം പോയാണ്. നാട്ടിൽ 10 രൂപയ്ക്ക് ചായട്ടന്മാർക്ക് വിലയില്ല അല്ലേ മുത്തേ? ഇതാണ് ഷോക്ക് മാലിക് എന്നാണ് പേര്. അപ്പം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നിട്ട് എങ്ങനെ സമയം കൊല്ലാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുള്ളിക്കാരൻ വന്നത്. കുറച്ച് സംസാരിച്ചാലോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളി ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ കീഴിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ അവന് കുറച്ച് ജർമ്മൻ അറിയാം, ഇംഗ്ലീഷ് അറിയാം. അപ്പം അവന് നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നമ്മളെ കൊണ്ട് പറയാൻ പറ്റുന്ന രീതിയിൽ അവയെല്ലാം പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇപ്പം എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ ഇവിടെ ഒരു ഷോപ്പ് ആളുകൾ എന്തൊക്കെയോ പറയും. എല്ലാം നിന്നെ കളിയാക്കുന്നതാണോ സ്നേഹത്തിലാണോ? എല്ലാം നോർത്ത് ഇന്ത്യൻസിനാണ്. നോർത്ത് ഇന്ത്യൻസ്. അപ്പം ഞങ്ങൾ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കഴിക്കാം. അപ്പം ഇത് ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാൽ അവിടെ നിർത്താൻ വന്നതാണ്. വേറെ ഒന്നുമില്ല, റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് മുകളിലത്തൊരു കട. എന്നിട്ട് അവൻ തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോയി. അവൻ പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ ഗസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പേയ്മെൻറ്റ് ചെയ്തിട്ട് പോയി. 3 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ സംസാരിക്കുകയാണ്. 3 മണിക്കൂർ ഇംഗ്ലീഷിൻ്റെ കോച്ചിങ് ക്ലാസ് എടുത്തോണ്ടിരിക്കുക. ഈ ഭൂമിക്ക് കീഴിലുള്ള എല്ലാ കാര്യത്തിനെ പറ്റി സംസാരിച്ച്, ദൈവത്തെ പറ്റി സംസാരിച്ച്, മനുഷ്യരെ പറ്റി സംസാരിച്ചല്ല കടലിൻ്റെ അകത്തൊരു ഇറങ്ങിയാലും ആലോചിച്ചു. എന്തായാലും അതിനുശേഷം ഇംഗ്ലീഷ് സംസാരിച്ച് പുറകെ എന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം ഏറ്റെടുത്ത് തുടങ്ങി. പിന്നെ അവിടെ ഒരു മറ്റേ ഈ സ്പീക്ക് ഇംഗ്ലീഷ് ക്ലാസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു ട്രീറ്റ് ഒക്കെ കിട്ടി. ഗൈസ്, അപ്പോൾ നമ്മൾ കഴിച്ച് ഇനി നമ്മൾ ട്രെയിനിലോട്ട് കയറാൻ പോവുകയാണ്. നാളെ ഉച്ചയ്ക്ക് 12:30 എത്തുള്ളൂ. ആൾക്കാരെയൊക്കെ നേരത്തെ പരിചയപ്പെടാൻ പറ്റി. അതുതന്നെ ഈ വ്ളോഗിൽ തലയും മുക്കും പാലും ഒന്നും ഇല്ലാത്ത വ്ളോഗുകളാണ്. അയ്യോ,
ഉറങ്ങണ കാര്യത്തിലാണ് ഇവിടെ ഉള്ളവരെ നമുക്ക് ഒരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റാത്തത്. നമ്മൾ വീട്ടിൽ കിടന്ന് എങ്ങനെ ഉറങ്ങുമോ ദൂരെ ഉറങ്ങും. ഉറങ്ങി ഇവരൊക്കെ ശവമാണ് ശവം. ഈ കാണുന്ന ബെഡ്ഷീറ്റ് ഉണ്ട്, ഇതിൽ വെള്ള കളർ പില്ലോ, വെള്ള കളർ ബെഡിന് വിരിക്കുന്ന ബെഡ്ഷീറ്റ്, യെല്ലോ കളർ മൂടണ തുണി. രാത്രിയാവുമ്പോൾ ഇവിടെ ഫുൾ വെള്ള കളർ. എൻ്റെ ബാക്കിലൊരു വാവിട്ട് എന്നെ കാണാം, മുരുട്ടായിരിക്കും. ഇങ്ങനെ ഇരുന്നാൽ കാണാൻ പറ്റും. ഏതിരുട്ടത്ത് പ്രകാശമാക്കുന്നതാണ് പൊന്നൂരിന്റെ സൗന്ദര്യം. സൺഫ്ലവറിൻ്റെ സീഡാണ് അനായാസം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുമ്പോഴത്തെ ആൾക്കാരെ അല്ല ഇവർ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കപ്പലുണ്ട് തിന്നണം ഒരു ലാഘവത്തോടെ ഇവർ ആ സീഡിനെ കടിച്ച് പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ളൊരു സാധനം എടുത്ത് വായിലിടും. നമ്മൾ ഈ അല്ലക്കരമൊക്കെ വറക്കില്ലേ, അതുപോലെ ഉപ്പ് കപ്പലുണ്ട് വറക്കുമ്പോൾ തന്നെ ഉപ്പ് ചൂടിട്ട് വറക്കണം. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് പുറന്തോട്. നമുക്കും കുറച്ച് തന്നെ നമ്മളും കഴിച്ചു. നമുക്കും നമ്മളെ ചോദ്യം എന്താണെന്ന് എല്ലാ പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ഇപ്പോൾ 12:30 എത്തുമെന്ന് പറഞ്ഞാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ച് നേരം മുമ്പേ നോക്കിയപ്പോൾ 11:17 നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും 10 മണി കഴിയുമെന്ന് അറിയാം. 10 മണി വരെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇവിടുത്തെ പിന്നെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇവിടുത്തെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇല്ല, നമ്മൾ ട്രാവൽ ചെയ്തിട്ട് കുറേ വർഷമായി. ഏതായാലും ഇതൊന്നും തരില്ല. ഇവിടെ ആണെങ്കിൽ മെത്തയുണ്ട്, ബ്ലാങ്കറ്റ് ഉണ്ട്, പില്ലോ കവറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം അതെല്ലാം നമ്മൾ രാവിലെ മടക്കിയൊക്കെ കൊടുത്ത് ഇപ്പം ഇനി ഇറങ്ങാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് സമയത്തിന് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ട്, ഇതാണ് ഇവിടുത്തെ പാടം. ഇവിടെ അരിയും കോട്ടണമാണ് ഇവർ വിളവീണത് എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്കാണ് ഇപ്പം തണുപ്പായതുകൊണ്ടായിരിക്കണം പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ട്. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ എല്ലാം ശരിയാകുമായിരിക്കില്ലേ. ഇത് വേറെ ബ്ലാക്ക് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്, അതാണ് ഇങ്ങനെ ഒരു കളർ. അല്ല, ശരിക്കും പുറത്ത് നല്ല വൈറ്റ്, നല്ല ഭംഗിയുണ്ട്, കാണാൻ പറ്റില്ല. അപ്പം ഇനി പോയിട്ട് ക്ലാസ് ഉണ്ട് 12 മണിക്ക്. അപ്പം പറ്റുമെങ്കിൽ മാക്സിമം അതിൽ കയറണം എന്ന് വിചാരിക്കുന്നുണ്ട്. വേറെ അത്രയേ ഉള്ളൂ. ഇപ്പോഴത്തെ വിജനത കഴിഞ്ഞു. ഇപ്പോൾ ഇറങ്ങിയിട്ട് വേറെ കാര്യമൊന്നുമില്ല. ഇനി വീട്ടിൽ പോകാം. അപ്പുറത്തെ സൈഡിലിരിക്കുന്ന അമ്മച്ചിക്ക് നിറയെ മുടിയുണ്ട്. അമ്മച്ചി നിങ്ങൾ എന്ത് ഓയിലാണ് തേക്കുന്നത് ഈ മുടി കണ്ടിട്ട്? എന്ത് പറയാനും. പക്ഷെ മുടി കണ്ടിട്ടല്ല അവർ ചോദിച്ചത്, നമ്മളെ പിരിയും കണ്ടിട്ടാണ് അവർ ചോദിച്ചത്. പിരിയവും കൺപീലിയൊക്കെ കണ്ടിട്ട് കളറും കട്ടിയൊക്കെ കണ്ടിട്ട് അവരിങ്ങനെ ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് നമ്മൾ തേങ്ങ എണ്ണയാണ് 100 ഗ്രാം 100 ml എത്ര രൂപ, ഏകദേശം 100 രൂപ അങ്ങനെ എന്തോ ആണ്. അപ്പം അവർ പറയുന്നുണ്ട് ഇത് ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. മലയാളത്തിൽ പറയടി. ഭാരതത്തിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, എന്തായാലും അല്ല അവർ ബോട്ടിൽ എഴുതിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ബോട്ടില് കുപ്പിയിൽ ചുമ്മാ ഒരു രസം. അവർ ഓരോ കാര്യങ്ങൾ അവരുടെ ഭാഷയിൽ നമ്മൾക്ക് ചോദിച്ച് മനസ്സിലാക്കും. നമ്മളെ ഭാഷയിൽ നമ്മൾ വീഡിയോ എടുക്കും. അതിന് കണ്ടല്ലോ വക്കോല് കണ്ടല്ലോ. വക്കോല് പുല്ല് വക്കോല് കണ്ടപ്പോഴാണ് ചെറിയ ഡൗട്ട് അടിച്ചത് ഇവിടെ എന്താണ് സാധനം. എന്തായാലും ഇത് വീടാണ്, ഇവിടെ ആൾക്കാരൊക്കെ താമസമുണ്ട്. പക്ഷേ പുറത്താരെയും കാണുന്നില്ല. നേരം വെളുത്തുണ്ടായിരിക്കും, അവരൊക്കെ അവരുടെ കാര്യം നോക്കി പോകുമല്ലോ. എല്ലാവരും വീട്ടിൽ ഇരിക്കില്ലല്ലോ. അല്ല, വീട്ടിനകത്തിരുന്നാൽ പിന്നെ നിനക്ക് കാണാമല്ലോ, ദൃഷ്ടിയുണ്ട്. അതും ശരിയാണ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ.